നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ പൊന്നോടക്കോയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. കൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞു, കേട്ടറിവാണ്. ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും കഥ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. ബീന ബാബു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ 10 രൂപ, ഷീട്ട് എവിടെ കൊടുക്കണം, പ്രസാദം കിട്ടുമോ എന്ന്. ഇല്ല കേട്ടോ, മിനിമം നെയ്വിളക്ക് ഷീട്ടാക്കാൻ 10 രൂപയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 10ന്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നെയ്വിളക്ക് ഷീട്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് 1000 രൂപയും 5 പേർക്ക് 4500 രൂപയ്ക്കും നെയ്വിളക്ക് ഷീട്ടാക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നെയ്വിളക്കിന് പ്രസാദങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. നമ്മൾ 10 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ശ്രീലകത്ത് നെയ്യിൽ കത്തുന്ന തിരികളിൽ ഒന്ന് നമ്മളുടെ വകയാവും എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. വേറെ പ്രത്യേകിച്ച് അതിന് പ്രസാദങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. അടുത്ത ചോദ്യം. വിജയ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ഉണ്ടമാല ഷീട്ടാക്കുന്ന വനമാല സമർപ്പണത്തിനെ കുറിച്ച് പറയുമെന്നാണ് ചോദ്യം. ഉണ്ടമാല എന്നാണ് വനമാല എന്ന് പറയുന്നത്. ഉണ്ടമാല എന്ന് തന്നെ പറയണം കേട്ടോ. 110 രൂപയാണ് ഉണ്ടമാല ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. ഷീട്ടാക്കിയാൽ ഉടനെ തന്നെ നമുക്ക് പ്രസാദ കൗണ്ടറിൽ നിന്ന് ഒരു മാല പ്രസാദമായിട്ട് കിട്ടും. അപ്പം നമ്മൾ ചാർത്തിയ മാലയല്ലേ കിട്ടുക എന്ന് ചോദിച്ചാൽ ഓൾറെഡി അവിടെ ചാർത്തിയിട്ടുള്ള മാലയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. നമ്മൾ ഷീട്ടാക്കിയാൽ നമ്മളുടെ വക കൂടി ഒരു മാല ഗുരുവായൂരപ്പനെ ചാർത്തു കേട്ടോ. അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ നമ്മളായിട്ട് മാല കെട്ടി കൊണ്ടുവന്നാൽ ശ്രീലകത്തേക്ക് എടുക്കുന്നതല്ല കേട്ടോ, ഷീട്ടാക്കാണ് വേണ്ടത്. ഷീജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നാരായണീയം നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചതിന് ശേഷം വായിക്കാൻ പാടൂ സവിതയെന്ന്. നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് ഉടനെയൊന്നും ആരും നോൺ വെജ് കഴിക്കില്ലല്ലോ. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിലും നമ്മൾ നോൺ വെജ് ഉൾപ്പെടുത്താറില്ലല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് തന്നെ നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീത തുടങ്ങിയ സഹസ്രനാമം ഒക്കെ ശുദ്ധമായിട്ട് ജപിക്കാൻ ശ്രമിക്കൂ കേട്ടോ. അതിനുശേഷം പിന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുഴപ്പമില്ല, പക്ഷെ കഴിച്ചതിന് ശേഷം വയ്ക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉഷാധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വിശ്വരൂപം കേട്ടൽ വഴിപാട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണോ, എത്ര രൂപയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിശ്വരൂപം കേട്ടുക എന്ന് പറഞ്ഞാൽ കൃഷ്ണനാട്ടം കളിയിൽ കൃഷ്ണവേഷം കെട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. കുട്ടികളെ സാധാരണ കൃഷ്ണവേഷം കെട്ടിക്കാറുണ്ട്. കുട്ടികളെന്നില്ല, പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കെട്ടാം. എന്നാൽ സ്ത്രീകളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കേട്ടോ കൃഷ്ണനാട്ടം കളിയിൽ കൃഷ്ണവേഷം കെട്ടിക്കുക എന്ന് കരുതി കൃഷ്ണനാട്ടം കളിയുടെ ഒരു ഭാഗമാവുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഈ വിശ്വരൂപം കെട്ടിക്കുക എന്നുള്ള ഒരു വഴിപാട് നമ്മൾ ഷീട്ടാക്കിയാൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 4:30 വരെയുള്ള സമയത്തിൻ്റെ ഇടയിലാണ് നമുക്ക് ആ മേക്കപ്പ് ചെയ്തു തരിക. എന്നിട്ട് അതേപോലെ ആവേശവിധാനങ്ങളോടുകൂടി ഗുരുവായൂരപ്പനെ കാണിക്കുക. വലിയ ബലിക്കല്ലിനടുത്ത് നിന്ന് ഗുരുവായൂരപ്പനെ ആ ശ്രീലകത്തേക്ക് കാണിച്ചിട്ട് വീണ്ടും ഒരു പ്രദക്ഷിണമായി വരിക. അതാണ് ആ ചടങ്ങ്. ഇത് 1000 രൂപയാണ് ഷീട്ടാക്കാനായിട്ട് ദേവസ്ഥയിലേക്ക് അടയ്ക്കേണ്ടത്. മുൻകൂട്ടി ബുക്ക് ചെയ്യണോ ചോദിച്ചാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കാരണം കളിയിലെ ആശാന്മാരുടെ സമ്മതം വേണം ഇത് ഷീട്ടാക്കാനായിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇവിടെ കൃഷ്ണനാട്ടം കളി കലാകാരന്മാർ അവർ 2 സെറ്റ് ആൾക്കാരുണ്ട്. കാരണം ഇടയ്ക്ക് പുറംകളി ഉണ്ടാവും. പുറംകളി എന്ന് പറഞ്ഞാൽ മറ്റ് ക്ഷേത്രവേദികളിൽ കൃഷ്ണനാട്ടം കളി ചില ഭക്തരെ വഴിപാടായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പോയ ഒരു അവസ്ഥയാണെങ്കിൽ, ഒരു ടീം അങ്ങോട്ട് പോയതാണെങ്കിൽ മറ്റൊരു ടീമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഇവിടുത്തെ കൃഷ്ണനാട്ടം കളിക്കുള്ള ആ ഒരു വേഷവിധാന ചടങ്ങുകളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമാണ് നമുക്കവിടെ ഷീട്ടാക്കാൻ സാധിക്കുക. അത് കൃഷ്ണനാട്ടം ആശാന് മാത്രമാണ് അറിയുക. അപ്പോൾ ആശാൻ്റെ ഒരു സമ്മതം വേണം. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു വഴിപാട് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. കൃഷ്ണനാട്ടങ്ങളി ഇല്ലാത്തത് കൊണ്ട് സെപ്റ്റംബർ മാസത്തിലേ ഇനി അത് തുടങ്ങുള്ളൂ. ബിന്ദു എന്നൊരു ഭക്ത, സവിത ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്. ഞാൻ രാവിലെ ഇന്ന് കുളിച്ചിട്ടാണ് വിളക്ക് വെക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ വെള്ളം മുടി കൊഴിഞ്ഞു പോകുന്ന ഉപ്പുവെള്ളമാണ്. അപ്പോൾ കുളിക്കാതെ സഹസ്രനാമം വായിക്കാമോ? വേറെ അശുദ്ധി ഒന്നും തന്നെ ഇല്ല, പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ അശുദ്ധി ഒന്നും തന്നെ ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ഗംഗേ ജയമുനേ ചൈവ എന്നുള്ള ആ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് തളിച്ച് അങ്ങനെ ചൊല്ലിയാൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ വിശ്വാസം അങ്ങനെ ചെയ്താൽ കുഴപ്പം വരില്ല എന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം. തീർത്ഥ രവീന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കരിക്ക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ എത്ര രൂപയാവുന്നു? 50 രൂപ കിലോന് എന്ന കണക്കിലാണ് കരിക്ക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ശരീരഭാരത്തിനനുസരിച്ചാണ് ദേവസ്ഥയിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ട് വരുന്നത്. അടുത്ത ചോദ്യം. ആർട്ട് ഗാലറി എന്നാണ് ID കാണുന്നത്, പേരറിയില്ല. ഒഴിഞ്ഞു വെച്ച പണം നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യുക?
അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുക, പിടിപ്പണം വെച്ചോളൂ കേട്ടോ. എല്ലാത്തിനും ഉള്ള മറുപടി അല്ലെങ്കിൽ ഒരു പരിഹാരമാണല്ലോ ഈ പിടിപ്പണം വെക്കുക എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ അതിൽ നല്ല വിശ്വാസം കേട്ടോ. ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് മറന്നുപോയ വഴിപാടിന് എന്താ ചെയ്യുകയെന്ന് ചോദിച്ചപ്പോൾ പിടിപ്പണം വെക്കുക എന്നൊരമ്മ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും മണി അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് നടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ കേട്ടാൽ എനിക്ക് പെട്ടെന്ന് നല്ല വിശ്വാസം വരുന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താ പറയുക ഒരു തോന്നലാണ്. അല്ലെ, എനിക്ക് ഗുരുവായൂരപ്പൻ തരുന്ന ഒരു മറുപടി ആയിട്ടാണ് ഞാൻ അതിനെ എടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഉദ്ദിഷ്ട കാര്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് എങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ ഒരു പിടി പണം എണ്ണാതെ ഗുരുവായൂരപ്പന് വെച്ചോളൂ കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ ഗുരുവായൂരപ്പന് എന്തിനാ പണം എന്നൊക്കെ ചോദിച്ചാൽ അടിയിൽ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പന് ഒന്നും ആവശ്യമില്ല, ആത്മാരാമനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നമ്മൾ സ്തുതിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണതും നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല സ്വാർത്ഥരാണ്, നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് അത്രയും മനോഹരമാക്കാൻ സാധിക്കും ഈ ആവശ്യങ്ങളൊക്കെ കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. നമ്മളെല്ലാവരും ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ. ആർക്കും തന്നെത്താൻ നിലനിൽക്കാനൊന്നും സാധിക്കില്ല. ഓരോരുത്തരും മറ്റുള്ളവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ ഡിപ്പെൻഡൻസി പൂർണ്ണമായിട്ടും നമ്മൾ ഗുരുവായൂരപ്പനിലേക്ക് തിരിച്ചു വിട്ടാലുണ്ടല്ലോ നമുക്ക് ഇഹവും പരവും ഒക്കെ സുഖമായി എന്ന് വേണം കരുതാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന് ആവശ്യമുണ്ടായിട്ടല്ല, നമ്മുടെ ആവശ്യത്തിനായിട്ട് ഒരു പിടി പണം ഒഴിഞ്ഞു വെച്ചോളൂ കേട്ടോ. ഒഴിഞ്ഞു വെച്ച പണമാണ് നഷ്ടപ്പെട്ട് ഒരു പിടി പണം എണ്ണാതെ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ. അതാണ് അതിനുള്ള പരിഹാരം എന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. എൻ്റെ പേര് അശ്വതി എന്നാണ്. വീട് വെക്കാൻ എന്താണ് വഴിപാട് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ. കുറേ കാലമായി വീട് വെക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ ആൾരൂപം വഴിപാട് വെക്കുന്നിടത്ത് വീട് എടുത്ത് വെക്കുക എന്നൊരു ചടങ്ങുണ്ട്. അവിടെ വീടിൻ്റെ ഒരു രൂപം ഉണ്ടായിരിക്കും. ആ രൂപം എടുത്ത് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ വേഗം തരാവാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്നൊരു കുട്ടി എന്നോട് ചോദിച്ചിരിക്കുന്നു, പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേക രീതി ഉണ്ടോ എന്ന്. അതായത് ഇന്ന രീതിയിൽ ഭഗവാനോട് സമീപിക്കണം, ഇന്ന രീതിയിൽ സമീപിക്കണം എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഒന്നുമില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. ഓരോ ആളുകളും ഓരോ രീതികളിലാണ്. സംസാരമാണെങ്കിലും നടത്താണെങ്കിലും എല്ലാത്തിനും പ്രത്യേകം ഡിഫറെൻ്റ് ആണ് അല്ലേ. യുണീക്കായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഭഗവാനെ സമീപിക്കുന്ന രീതി. ഞാൻ സമീപിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ ചേച്ചി സമീപിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല എൻ്റെ കുട്ടികളെ സമീപിക്കണം. എല്ലാവർക്കും അവരുടേതായ ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനും ആ ഒരു രീതി അവലംബിച്ചിരിക്കുന്നത്. ഒരു ഭക്തന് ഒരു ഗുരുവായൂരപ്പനെ നൽകുന്ന രീതി. അപ്പോൾ നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ്. നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയുക, ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. ഞാൻ ഇന്ന രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാറുണ്ട്. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഇതിലും പറയാനുള്ളത്. വീട് എടുത്ത് വെക്കുക എന്നുള്ള വഴിപാട് ഇവിടെ വരുമ്പോൾ ചെയ്യുക, വീട് ലഭിച്ചാലും ചെയ്യുക. അതല്ലാതെ ചെയ്യേണ്ടത് ഗുരുവായൂരപ്പനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വെണ്ണ കൊണ്ട് തുലാഭാരം തൂക്കുന്നത് തൂക്കത്തിനനുസരിച്ചാണോ ചാർജ് ചെയ്യുന്നത് എന്ന്. അതെ കേട്ടോ. 1 കിലോയ്ക്ക് 450 രൂപ എന്ന നിരക്കിൽ നമ്മുടെ ശരീരഭാരം എത്രയാണോ അത്രയും കിലോ വെണ്ണയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ചാർജ് വരിക. വെണ്ണ കൊണ്ട് തുലാഭാരം തൂക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ഇന്നൊരു ഭക്ത ചോദിച്ചിരുന്നു കേട്ടോ. ഇല്ല, ആവശ്യമില്ല. ഇവിടെ ഉള്ള ദ്രവ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി വെണ്ണ കൊണ്ടാണ് തുലാഭാരം എന്ന്. തുലാഭാരത്തിന് മുൻകൂട്ടി ഷീട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു വിശേഷം പറയാനുള്ളത്, ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ വിശേഷങ്ങൾ തന്നെയാണ്. എന്നാൽ പല അമ്മമാർക്കും ലൈവ് കാണാനോ എടുക്കാനോ അതിൽ കയറാനോ ഒന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ ഇന്നലെ കേട്ട ഒരനുഭവമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങൾ ഗുരുവായൂരപ്പനെ ഉച്ചപൂജ വന്ന് തൊഴുതതിന് ശേഷം പ്രസാദൂട്ട് കഴിക്കാനായിട്ട് വന്ന സമയത്ത് അവിടെ പ്രസാദൂട്ട് നിർത്തി. അവസാനത്തെ ആ ഒരു വരിയും ക്ലോസ് ചെയ്ത ആ ഒരു സമയത്താണ് ഇവരെത്തിയത്. അപ്പോൾ ഉച്ചപൂജ തൊഴുത് വരുന്നത് കൊണ്ടാണ് നേരം വൈകിയത്, ദയവ് ഇത് തുറന്നു തരൂ, 3 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, ഇനി ഞാൻ വന്ന് തുറന്നു തന്നാൽ അവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് കടത്തിവിടാൻ നിവർത്തിയില്ല. ഞാൻ അങ്ങനെ കടത്തിവിട്ടാൽ എൻ്റെ മേലുദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കില്ലേ, അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും, അതെൻ്റെ ജോലിയെ ബാധിക്കും, അതുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അകത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കടത്തി വിട്ടോളൂ, 3 സീറ്റ് ഒഴിവുണ്ടായിരിക്കും, അവരെനിക്ക് പരിചയമുണ്ട്, കടത്തി വിട്ടോളൂ എന്ന് പറഞ്ഞു.
ഇത് കേട്ട് ആ 3 വ്യക്തികളെ കടത്തിവിടുകയും അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ അകത്ത് നിന്ന് വീണ്ടും ഈ ഒരു മേലുദ്യോഗസ്ഥൻ ഇറങ്ങി വന്നിട്ട്, നിങ്ങളോട് ആരാ ഇപ്പോൾ കടത്തിവിടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ ക്ലോസ് ചെയ്തു എന്ന്. പിന്നെയും കടത്തിവിട്ടാൽ ഞാൻ എന്താ ചെയ്യുക? ഇപ്പോൾ തൽക്കാലം അവരെ അവിടെ ഇരുത്താൻ സാധിച്ചു, ഇനി ആളുകളെ വിടരുത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടായി. ഈ ചൂടായ സമയത്ത് പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു, അല്ല അങ്ങല്ലേ നേരത്തെ വന്ന് പറഞ്ഞത് കടത്തിവിടാൻ, അതുകൊണ്ടല്ലേ ഞാൻ കടത്തിവിട്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ അവരോട് പറഞ്ഞിരുന്നതാണ് കടത്തിവിടില്ല എന്ന്. പക്ഷെ അങ്ങ് വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കടത്തിവിടാൻ തയ്യാറായത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വന്നിട്ടില്ല, ഞാൻ ഉള്ളിൽ ഡ്യൂട്ടിയിലുള്ള ആളാണ്, ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരിക എന്ന് ചോദിച്ചു. ഈ സമയത്താണ് പുറത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചത്, നേരത്തെ വന്ന ആൾക്ക് സാധാരണ ഇദ്ദേഹം ധരിക്കാറുള്ള പോലെയുള്ള വേഷ്ടിയല്ല ഇട്ടിരുന്നത്, നീളത്തിലുള്ള കസവ് വേഷ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാ ഉദ്യോഗസ്ഥരും ഇങ്ങനെ കുറി തൊടാറുണ്ട്. അദ്ദേഹം ഇങ്ങനെയല്ല കുറി തൊട്ടിരുന്നത്, ഗോപിക്കുറി ആയിട്ടാണ് തൊട്ടിരുന്നത്. അപ്പോൾ ഒന്നുകൂടി അദ്ദേഹം അടിമുടി നോക്കിയ സമയത്ത് അദ്ദേഹം വിചാരിച്ചു അത്ര ഇദ്ദേഹത്തിന് വല്ല കല്യാണത്തിൻ്റെ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം വേഷ്ടിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടായത് എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇദ്ദേഹം നോർമൽ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു നിമിഷം 2 ഉദ്യോഗസ്ഥരും മൗനമായി നിന്നു. അവർക്ക് മനസ്സിലാവുകയും ചെയ്തു ആ ഒരു ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഫാമിലിയിലെ 3 മെമ്പേഴ്സ് എത്ര ഉരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ഗുരുവായൂരപ്പൻ്റെ പ്രസാദൂട്ടിലൊന്ന് പങ്കെടുക്കാൻ സാധിക്കണമെന്ന്. അത് ശ്രീലകത്ത് കേട്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം 3 സീറ്റ് അവിടെ ഒഴിവുണ്ടായിരുന്നതും ഈ 3 പേരെ കയറ്റി വിടണം എന്നുള്ളത് പറയാനായിട്ട് ഗുരുവായൂരപ്പൻ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേഷത്തിലാണെങ്കിലും അവിടെ വന്നത്. അപ്പോൾ അത് കണ്ട സമയത്ത് അത് കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്, അദ്ദേഹത്തിൻ്റെ ഒരു മനോനില ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അത് ആലോചിക്കുമ്പോൾ ശരിക്കും മേലാകെ പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് അല്ലേ. ഇത് കേട്ടിട്ട് കണ്ടു നിറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്രയും വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കേട്ടപ്പോൾ അത് ഞാൻ നിങ്ങളെല്ലാവരോടും പങ്കുവയ്ക്കണം എന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനിയും ഈ ഒരു കലികാലത്തിലും ഒരുപാട് പേര് പറയാറുണ്ട്, കലികാലത്തിൽ ഭഗവാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ചാൽ വിളി കേൾക്കില്ല. ഒന്നുമല്ല, നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി വയ്ക്കുക മാത്രമേ വേണ്ടൂ ഭഗവാൻ നമ്മിലേക്ക് വരാൻ. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവമാവുക തന്നെ ചെയ്യും, ശുദ്ധമായും മനസ്സ് വെക്കുകയാണെങ്കിൽ. പക്ഷേ ഭഗവാൻ നമ്മളിൽ നിന്ന് അകന്നു പോകാനും ഇത്രയും തന്നെ എളുപ്പമാണ് കേട്ടോ. കാരണം നമ്മളുടെ മനസ്സിൽ കളങ്കം വരുന്നതിനനുസരിച്ച് ഭഗവാൻ നമ്മളിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ അകന്നു പോവാതിരിക്കാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. നന്ദി. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.